എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനു പ്രക്കാനം. ഇന്നുള്ളത് മറീനയിലാണ്. മറീന ബീച്ചും മറീന ഭാഗങ്ങളൊക്കെ നമുക്കിന്നൊന്ന് എൻ്റെ ഈ വീഡിയോയിലൂടെ ഒന്ന് കാണാം. പല ആൾക്കാരും വീഡിയോ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ എൻ്റെ കാഴ്ചയിലൂടെ ഞാൻ കണ്ട കാര്യങ്ങളൊക്കെയും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. നല്ല ചൂടും ഹ്യൂമിഡിറ്റിയൊക്കെ ഉണ്ട് ഇന്ന്. ഇപ്പോൾ ഇവിടുത്തെ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് ഈ സമയത്ത് പുറത്ത് ഇറങ്ങി നടക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണെങ്കിലും നമുക്കിത് കാണുവാൻ ഇച്ചിരി തണുപ്പുള്ള സമയത്തായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് ഇഷ്ടം പോലെയുണ്ട് മറീന ബീച്ചിൻ്റെ ഏരിയയിലും മറീന ഏരിയയിലും. യഥാർത്ഥത്തിൽ ഞാൻ വന്നിറങ്ങിയത് ദുബായ് മെട്രോ DMCC വന്നിറങ്ങി. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് മെട്രോയ്ക്ക് വരുന്നത് തന്നെയാണ്. കാരണം പാർക്ക് ചെയ്യുന്നതിനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. മറീന ബീച്ചിലേക്ക് പോകണമെങ്കിൽ നമ്മൾ നേരെ ഈ റോഡ് ക്രോസ് ചെയ്ത് വേണം അപ്പുറത്തേക്ക് പോകാൻ. നേരെ അങ്ങേ സൈഡ് ചെല്ലുന്നത് നേരെ മറീന ബീച്ച് ഏരിയയിലാണ്. എന്നാൽ ഈ താഴെ ഭാഗങ്ങളിൽ കാണുന്ന എല്ലാം ബോട്ട് സർവീസാണ് കേട്ടോ. അതൊക്കെ നമുക്ക് റെൻറ്റിനെടുത്ത് നമുക്ക് എടുക്കാൻ പറ്റും. കുടുംബസമേതം വന്നു കഴിഞ്ഞാലും എടുക്കാം, ഫ്രണ്ട്സായിട്ടും വേണേലും വന്ന് എടുക്കാം. ഏത് രീതിയിൽ വേണേലും നമുക്ക് ഇവിടെ ബോട്ട് സർവീസ് അവൈലബിളാണ്. ഈ കാണുന്നത് പാർട്ടി നടത്തുന്ന ബോട്ടുകളാണ്. ബർത്ത്ഡേ പാർട്ടിയും മറ്റുള്ള ഏതെങ്കിലുമൊക്കെ വലിയ പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ വെച്ചാണ് ആൾക്കാർ നടത്തുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ബോട്ടുകളാണ്. അതുകൂടാതെ ഇഷ്ടംപോലെ ബിൽഡിങ്ങുകളാണ് ചുറ്റോട് ചുറ്റും. അതിമനോഹരമായ രീതിയിൽ പണിതിരിക്കുന്ന ബിൽഡിങ്ങുകളാണ് ചുറ്റോട് ചുറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റും കേട്ടോ. ഈ കാണുന്നത് മുഴുവനും മറീന ഏരിയയാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് മറീനയിലാണ്. നമ്മുടെ മറീനയിൽ ഇഷ്ടംപോലെ ബോട്ടുകൾ എന്ന് പറഞ്ഞാൽ അനേകം ബോട്ടുകളാണ് ഇവിടെ ഉള്ളത്. ചെറിയ സർവീസും വലിയ സർവീസുമായിട്ട് ഇഷ്ടം പോലെയുണ്ട്. ഇതെല്ലാം റെൻറ്റിനെടുത്ത് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് റെൻറ്റിനെടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഈ ബോട്ടുകളെല്ലാം.
കാണുന്നത് മുഴുവനും മറീനയുടെ ഭാഗമാണ്. ഈ മറീനയുടെ ഭാഗത്ത് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാണാനായിട്ട് നമുക്ക് ഈ മറീനയുടെ ഭാഗത്തുണ്ട്. നമുക്ക് ഒരു ദിവസം ഫുൾ എൻജോയ് ചെയ്യുവാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ മറീനയിലുണ്ട്. നമ്മൾ ഈ പാലം കടന്ന് ഇങ്ങോട്ട് വരുന്നു. വരുന്ന കണ്ടോ, ഇതാണ് ദുബായ് ട്രാം. ഇതിലൊന്നും എന്തെങ്കിലും ഒന്ന് കയറണം. ഞാൻ ദുബായ് ട്രാമിൽ കയറിയിട്ടില്ല, എന്തായാലും ഒന്ന് കയറി നോക്കണം. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിച്ചേരാറായി. നമ്മൾ നേരെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ചൂടാണ് കേട്ടോ, ഭയങ്കര ചൂട്. ഓ എൻ്റെ അമ്മ, നല്ല ചൂട്, നല്ല ഹ്യൂമിഡിറ്റി. അങ്ങനെ നമ്മൾ ആ സ്ഥലത്തെത്തി. അങ്ങനെ നമ്മൾ മറീന ബീച്ചിലെത്തി. കണ്ടോ, ഓ ദൂരെ കാണുന്ന ഇത് കണ്ടോ, നോക്കിയേ. ഇതിൻ്റെ അകത്ത് കോഫി ഷോപ്പ് പോലുള്ള കടകളാണ്. പാട്ടും ഡാൻസുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഉള്ളിലോട്ട് ഞാൻ കയറിയില്ല. പുറത്തൊക്കെ കാണാൻ എത്ര ഭംഗിയാണെന്നറിയാം. വളരെ ചൂടുമുണ്ട് കേട്ടോ. ഓഹ്, അതിനുള്ളിൽ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കി ആ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ, വളരെ മനോഹരം. ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ വന്ന് എൻജോയ് ചെയ്യുവാനായിട്ട് ഈ ഏരിയയിൽ ഇഷ്ടം പോലെയുണ്ട്.
വെള്ളത്തിൽ ഓടിക്കുന്ന ബൈക്കാണ് കേട്ടോ. ഉഫ്, അടിപൊളി. ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു ഹെലികോപ്റ്റർ. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നമുക്ക് ഏറിയ എന്ന് പറഞ്ഞാൽ കണ്ടവാന ഏറിയ തന്നെയുണ്ട് നമുക്കിവിടെ കാണാൻ. നമുക്ക് നടന്ന് കാണണം, അതാണ്. കുറച്ച് നടക്കണം. നടക്കാനുള്ള കഴിവുള്ളവർ വന്നു കഴിഞ്ഞാൽ ഫുള്ള് നടന്ന് കാണാനായിട്ട് ഇഷ്ടം പോലെയുണ്ട്. അത് ഈ ചൂട് സമയത്ത് ഭയങ്കര പാടാണ് കേട്ടോ ഈ നടക്കാൻ. ഹ്യൂമിഡിറ്റിയും ഈ ചൂടും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ നടപ്പ്. ഇത്തിരി തണുപ്പുള്ള സമയത്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് നടന്ന് കാണാൻ പറ്റും. അപ്പം
മറീന ബീച്ചിലെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ നേരെ ഇറങ്ങി. നമ്മൾ നേരെ പോകുന്നത് ഇനി അടുത്ത മെട്രോ പിടിക്കണം. ഇനി ചെറിയ കുറച്ച് ഭാഗം കൂടെ നമ്മളവിടെ ഷൂട്ട് ചെയ്യാനുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് നമ്മളങ്ങ് പോവാം. ഇതൊരു മേൽപ്പാലമാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തോട്ടും കടന്നു പോകാൻ വേണ്ടിയുള്ള, റോഡ് ക്രോസ് ചെയ്യാനും വേണ്ടിയുള്ളൊരു മേൽപ്പാലം. എന്തായാലും നല്ല ഭംഗിയുണ്ട്. കാരണം റോഡ് ക്രോസ് ചെയ്യാൻ നല്ലൊരു വഴിയാണ് തോന്നുന്നു. എന്തായാലും അതിൻ്റെ മുകളിൽ കൂടെ കയറി നമുക്ക് യാത്ര ചെയ്യാം. ഇതാണ് എൻ്റെ പാത. നമ്മൾ നേരെ അതിൽ കയറുകയാണ്. അങ്ങനെ സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മേപ്പോട്ട് പോവുകയാണ് കേട്ടോ. റോഡിൻ്റെ മുകളിൽ കൂടെ ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേൽപ്പാലമാണ്. അപ്പം ഇത് റോഡ് മുറിച്ച് കടക്കുന്നതിന് ഇപ്പം വണ്ടി അവിടെ കിടക്കുമ്പോൾ നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഏത് സൈഡിലോട്ട് വേണേലും ഇറങ്ങാൻ പറ്റും. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാലേ, സിഗ്നൽ നമ്മൾ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. നേരെ മേളിൽ കയറുക. ഏത് ഭാഗത്തോടാണോ നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടത് ആ ഭാഗത്തോട്ട് എക്സിറ്റ് ചെയ്യാം. ഇതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നു. ഇതിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെയും എല്ലാവരോടും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.